ഹലോ ഫ്രണ്ട്സ്, ഇന്നലെ ഞങ്ങൾ ഈവനിങ് വൈബ് കാണാൻ പോയത് ചാലിയം ബീച്ചിലാണ്. ജങ്കാറിലാണ് ഞങ്ങൾ പോയത്. ആ ജങ്കാറിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളിലൂടെ ഞാൻ അറിയിക്കുന്നത്. അപ്പോൾ കാണും, ജങ്കാറിൽ നമുക്ക് ചെറിയ എമൗണ്ട്, ഒരു ബസ് ഫെയറിൻ്റെ ഒരു എമൗണ്ട് പോലും തികച്ചും വേണ്ട. ഒരു വണ്ടി ടൂ വീലറാണെങ്കിൽ നമുക്ക് 15 രൂപ മതി. കാറാണെങ്കിൽ കാറ്, ഇന്നോവ എല്ലാം ആ ജങ്കാറിലേക്ക് നമുക്ക് കയറ്റാൻ പറ്റും. എന്നിട്ട് നേരെ ചാലിയത്ത് പോയിട്ടിറങ്ങി. ചാലിയത്തെ ബീച്ചും പരിസരവുമാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ബേപ്പൂരെത്തി. ബേപ്പൂരിൽ നിന്ന് ടൂ വീലർ ജങ്കാറിലേക്ക് കയറ്റി. ജങ്കാറിൽ നിന്ന് ഞങ്ങൾ ബീച്ചിലേക്ക് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചാലിയം ബീച്ചിൽ ഞങ്ങളെത്തി. എല്ലാവരും ടൂ വീലറും വണ്ടിയും കാറും എല്ലാം ഇറക്കി. അതാ എൻ്റെ ഹസ്ബൻഡ് വണ്ടി ഇറക്കുന്നു. അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്കുള്ള യാത്രയിലാണ്. പുതിയൊരു ബീച്ച് ചാലിയത്ത് ഓപ്പണായിട്ടുണ്ട്. ആ റോഡ് കുറച്ചൊരു മോശമാണെങ്കിലും തുടക്കത്തിലൊരു മോശമുള്ളൂ. ബാക്കി അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. ആ യാത്രയിൽ ഇടതു സൈഡിൽ നിങ്ങൾ കണ്ടോ ഒരു ബിൽഡിംഗ്? അവിടെ പണ്ടൊരു ഇന്ത്യൻ പെട്രോളിയം തുടങ്ങാനുള്ളൊരു പദ്ധതി ഉണ്ടായിരുന്നു. അത് അവിടുത്തെ നാട്ടുകാർ പെട്രോളിയത്തിൻ്റെ ഭവിഷ്യത്ത് അറിഞ്ഞുകൊണ്ട് മുടക്കിയതാണ്. പക്ഷെ അവിടെ നല്ലൊരു പാർക്ക് തുടങ്ങുകയാണെങ്കിൽ, ഒരു വാട്ടർ തീം പാർക്കോ മറ്റുള്ള പാർക്ക് തുടങ്ങുകയാണെങ്കിൽ അതൊരു നല്ലൊരു വൈബായിരിക്കും, നല്ലൊരു മുതൽക്കൂട്ടായിരിക്കും ബേപ്പൂർ ചാലിയം ബീച്ചിന്. അങ്ങനെ ഞങ്ങൾ ചാലിയം ബീച്ചിലൂടെ ഇങ്ങനെ ആ റോഡിലൂടെ ഇങ്ങനെ പോയി. ഇടത് സൈഡിലേക്ക് എത്തുമ്പോഴാണ്, ഇടത് സൈഡിൽ ആ ഇന്ത്യൻ പെട്രോളിയൻ്റെ സൈറ്റുകളാണ്. അവിടെ ഒരുപാട് സ്പേസ് ഉണ്ട്. അവിടെ നല്ലൊരു പാർക്ക് വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും, നല്ലൊരു വൈബായിരിക്കും. ഈവനിങ് വൈബിലൂടെ ഞങ്ങൾ ഇങ്ങനെ കടന്നു പോവുകയാണ്. ആ കടന്നു പോകുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഞങ്ങൾ ഇടത് സൈഡിലൂടെ കയറി. കുറേ കടകളും കുറേ ഉപ്പിലിട്ടത്, ചായ, സ്നാക്സ് എല്ലാം ഉണ്ട്. അങ്ങനെ പുതിയ ബീച്ചിലേക്ക് ഞങ്ങൾ എൻട്രി ചെയ്യുകയാണ്. സൈഡിൽ ഒരുപാട് കടകളിലേക്കുള്ള സ്പേസ് ഉണ്ട്. ഇൻ്റർലോക്ക് ഇട്ട് ആ ബീച്ചിലൂടെ ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ടൂ വീലറിലാണ് പോകുന്നത്. എൻ്റെ മോനും ഹസ്ബൻഡും ഞാനുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാ കാണൂ നിങ്ങൾ, നല്ല വിശാലമായ ഞങ്ങളുടെ ചാലിയം ബീച്ച്. പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി, ഈവനിങ് വൈബ് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. നല്ലൊരു ഹട്ടുണ്ട്, നല്ല പുൽമേഞ്ഞൊരു ഹട്ട്. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ആ ബീച്ച് മൊത്തം ഒന്ന് ചുറ്റിക്കണ്ടു. ഒരുപാട് ആളുകൾ കാണാൻ വരുന്നുണ്ട്. പിന്നെ അവിടെ കംപ്ലീറ്റ് പണികൾ ഇനിയും ഉണ്ട്. കാരണം കണ്ടില്ലേ, വിറകുകളും മറ്റുള്ളതും ഇങ്ങനെ കൂടി കിടക്കുന്നത്, അതെല്ലാം ക്ലീനാക്കാനുണ്ട്. ഇനിയും പണിയുണ്ട്. പണി കഴിഞ്ഞാൽ നല്ലൊരു ബീച്ചാണ്. ഒരുപാട് ആളുകൾക്ക് സ്പെൻഡ് ചെയ്യാനും ഇരിക്കുവാനും കാറ്റ് കൊള്ളുവാനും നമ്മളുടെ ടെൻഷൻ എല്ലാം ഫ്രീ ആക്കാനും കുറച്ച് നേരം കാറ്റ് കൊണ്ടിരിക്കാനും നല്ലൊരു അന്തരീക്ഷമാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മെല്ലെ കുറച്ച് സ്പെൻഡ് ചെയ്ത് വീണ്ടും പുറപ്പെടുകയായി. ചാലിയം ഓരത്തിലൂടെ ചാലിയം കാറ്റടിച്ചു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ടുള്ള യാത്രയാണ്. എനിക്ക് യാത്ര ഒരു ലഹരിയാണ്. യാത്ര എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ കൂടെയുള്ള ആൾക്ക് അത്ര വലിയൊരു താല്പര്യമില്ല. എന്നാലും എൻ്റെ ഒരു മോട്ടിവേഷനിലൂടെ മുന്നോട്ട് വന്നതാണ്. ഞാനാണ് എവിടേക്കും വലിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും ഒരുപാട് ആളുകളുണ്ട്. നമ്മളെ ഐ ലവ് യു ചാലിയം എന്ന അവിടെ ഉപ്പിലിട്ടൊരു കടയുമുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ ഉപ്പിലിട്ടതൊക്കെ കഴിച്ചു. എന്നിട്ട് മുന്നോട്ട് ചാലിയം നേരെ ഹമ്പിലേക്ക് പോവുകയാണ്. നേരെ റോഡ് അത് നമ്മളെ കടലിൻ്റെ ഏറ്റവും എൻഡിലേക്ക് എത്തും, സെൻട്രലായിട്ട് എത്തും ആ റോഡ്. അങ്ങോട്ട് നമുക്ക് ടൂ വീലറിൽ കുറച്ച് നേരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇരുവശങ്ങളിലും സോളാർ ലൈറ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പണിയൊന്നും പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല, ഇനിയും പണി ബാക്കിയുണ്ട്.
എന്നാലും നമ്മളവിടെ എല്ലാം ഒന്ന് കണ്ട് ചുറ്റി അടിച്ചു. ഒരുപാട് ആളുകൾ അവിടെ ഒരു കാലിന് വയ്യാത്തൊരു ചേട്ടൻ ചായ വിൽക്കുന്നുണ്ട്, സ്നാക്സും ഉണ്ട്, ചായ ഉണ്ട്. എല്ലാവരും അതിൽ നിന്നൊക്കെ ചായ വാങ്ങി കുടിക്കുക, നല്ല ചായയാണ്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് വന്നു. അവിടെ ഒരു ഏട്ടൻ മീൻ പിടിക്കുന്നുണ്ട്. അവർക്ക് കിട്ടിയത് കോരയാണ്, മഞ്ഞക്കോര. ഒരുപാട് ആളുകൾ ചൂണ്ടയിടുന്നുണ്ട്, പല സ്ഥലത്തുനിന്ന് വന്നിട്ടും ചൂണ്ടയിടുന്നു. അങ്ങനെ ഞങ്ങൾ ഈവനിങ് സ്നാക്സ് കഴിച്ചു, ഗ്രീൻ പീസും ചായയും കാടമുട്ടൊക്കെ കഴിച്ച് തിരിച്ച് പോകാനുള്ള പുറപ്പാടിലാണ്. പക്ഷെ തിരിച്ചു പോകുമ്പോൾ ഞങ്ങളോട് അവർ ജങ്കാർ ക്യാഷ് വാങ്ങിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ യാത്ര ഏകദേശം കഴിഞ്ഞു തിരിച്ചു പോകാനുള്ള ഒരു പുറപ്പാടിലാണ്. ഒരു 2 വർഷങ്ങളിലും മീൻപിടുത്തക്കാരും എല്ലാവർക്കും ആ യാത്ര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ബേപ്പൂർ വരുന്നവർ ബേപ്പൂർ ജങ്കാറും മറ്റുള്ള കടകളെല്ലാം കാണാൻ ശ്രമിക്കുക.